അബ്ദുല്ലാഹ് ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു ബനു ഹുസൈൻ ഗോത്രത്തിലാണ് ജനിച്ചത്. ആളുകൾ അദ്ദേഹത്തെ ഇബ്നു അബ്ദ് എന്ന് വിളിച്ചു. ചെറുപ്പത്തിൽ തന്നെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള കഥകൾ അദ്ദേഹത്തിന്റെ ആളുകളിൽ നിന്ന് അദ്ദേഹം കേട്ടിരുന്നു. മക്കയിൽ നിന്ന് വളരെ അകലെയായി താമസിച്ചിരുന്ന അദ്ദേഹം പ്രവാചകന് വലിയ പ്രാധാന്യമൊന്നും നൽകിയിരുന്നില്ല. അദ്ദേഹം അതിരാവിലെ ആടുകളുമായി പോവും, സന്ധ്യയാവുന്നതുവരെ ജോലി ചെയ്യും, സന്ധ്യയാവുമ്പോഴോ തിരിച്ചു വരും. അദ്ദേഹം കൂടുതൽ സമയവും ചിലവഴിച്ചത് ആടുകളുടെ കൂടെയായിരുന്നു. ഒരു ദിവസം ജോലി സമയത്ത് മാന്യന്മാരെന്ന് തോന്നിക്കുന്ന മധ്യവയസ്കരായ 2 പേർ അദ്ദേഹത്തിന്റെ നേരെ നടന്നു വന്നു. അവർക്ക് വളരെ ക്ഷീണവും ദാഹവും തോന്നിച്ചിരുന്നു. അവർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, മനുഷ്യ, ഞങ്ങൾക്കല്പം പാൽ തരാമോ? ഞങ്ങളുടെ ദാഹം ശമിപ്പിക്കാനും ഞങ്ങളുടെ ക്ഷീണം മാറ്റുവാനുമാണ്. നിങ്ങൾക്ക് പാൽ തരാൻ എനിക്ക് കഴിയില്ല. ഈ ആടുകൾ എന്റേതല്ല, ഞാൻ അവരുടെ സംരക്ഷകൻ മാത്രമാണ് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അവർ 2 പേരും അവനോട് തർക്കിച്ചില്ല. അവർക്ക് നന്നായി ദാഹിക്കുന്നുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ സത്യസന്ധമായ മറുപടിയിൽ അവർ വളരെ സന്തുഷ്ടരായിരുന്നു. ആ 2 വ്യക്തികൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ അനുയായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവുമായിരുന്നു. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പ്രവാചകനുമായി കുറച്ചു സമയം സംസാരിച്ചു. അപ്പോഴാണ് അദ്ദേഹം പ്രവാചകനാണെന്നും വളരെയധികം കഴിവുള്ള വ്യക്തിയാണെന്നും അദ്ദേഹം മനസ്സിലാക്കിയത്. ആ സംഭവം നടന്ന് അധികം കഴിയുന്നതിനു മുൻപ് തന്നെ അബ്ദുല്ലാഹ് ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു മുസ്ലിം ആകുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുകയും ചെയ്തു. പ്രവാചകന്റെ അനുയായിയായി അദ്ദേഹത്തിന്റെ കൂടെ താമസിക്കുന്നതിനും അദ്ദേഹം പ്രവാചകനോട് അനുവാദം ചോദിച്ചു. പ്രവാചകൻ അത് സമ്മതിക്കുകയും അന്നു മുതൽ അദ്ദേഹം ആടുകളെ മേയ്ക്കുന്നത് നിർത്തുകയും മുഴുവൻ സമയവും പ്രവാചകനെ പരിചരിക്കുന്നതിനും മറ്റുമായി അദ്ദേഹത്തിന്റെ കൂടെ താമസിച്ചു. ഇസ്ലാം സ്വീകരിക്കുന്ന 6ാമത്തെ മനുഷ്യനായിരുന്നു അദ്ദേഹം. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് വളരെ അടുത്തിടപഴകിയിരുന്നു. വീടിനുള്ളിലും പുറത്തുമുള്ള അദ്ദേഹത്തിന്റെ എല്ലാ ആവശ്യങ്ങളിലും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. നീണ്ട യാത്രകളിലും മറ്റും അദ്ദേഹത്തെ അനുഗമിക്കുകയും അദ്ദേഹത്തെ രാവിലെ ഉണർത്തുകയും കുളിക്കുമ്പോൾ അദ്ദേഹത്തിന് മറ കെട്ടുകയും ചെയ്തിരുന്നു. പ്രവാചകന്റെ ബ്രഷും വടിയുമെല്ലാം അദ്ദേഹം കൂടെ കൊണ്ട് നടന്നിരുന്നു. കൂടാതെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ കാരണങ്ങളാൽ സ്വഹാബികൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് സഹാബി സിവാക്, ബ്രഷ് കൊണ്ട് നടക്കുന്ന സഹാബി എന്നും, സഹാബി നാലയൻ, പാദരക്ഷകൾ കൊണ്ട് നടക്കുന്ന സഹാബി എന്നും, സഹാബി മുതഹർ, വെള്ളം കൊണ്ട് നടക്കുന്ന സഹാബി എന്നും, മറ്റു ചിലപ്പോൾ അദ്ദേഹത്തെ സഹാബി വിസാദ, ശയ്യോപകരണങ്ങൾ ചുമക്കുന്ന സഹാബി എന്നും വിളിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഏറ്റവും നന്നായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിരുന്നു. മറ്റുള്ളവരെക്കാൾ അദ്ദേഹം ഖുർആൻ നന്നായി മനസ്സിലാക്കിയിരുന്നു. അതിനാൽ ഇസ്ലാമിക നിയമങ്ങൾ ഏറ്റവും നന്നായി അറിയാവുന്ന വ്യക്തിയായി അദ്ദേഹത്തെ പരിഗണിച്ചിരുന്നു. ഒരിക്കൽ ഒരു സംഭവമുണ്ടായി. ഒരു മനുഷ്യൻ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു. അവൻ മരിച്ചു. സഹാബികളുടെ മുൻപിൽ ഈ പ്രശ്നം അവതരിപ്പിച്ചപ്പോൾ അവർ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കാൻ നിർദ്ദേശിച്ചു. അവർ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുയെ സമീപിച്ചു. പക്ഷേ അവരെ ഒഴിവാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. മറ്റൊരാളുമായി ചർച്ച നടത്താൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. എങ്കിലും അവർ വീണ്ടും അദ്ദേഹത്തോട് അപേക്ഷിച്ചു. അവസാനം അദ്ദേഹം പറഞ്ഞു, സ്ത്രീകൾക്ക് മഹർ ലഭിക്കാൻ അവകാശമുണ്ട്. എന്റെ വിധി ശരിയാണെങ്കിൽ അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. എന്റെ വിധി ശരിയല്ലെങ്കിൽ അത് ശൈത്താനിൽ നിന്നും എന്നിൽ നിന്നും വന്നതാണ്. അതിൽ പ്രവാചകനും അള്ളാഹുവിനും ഉത്തരവാദിത്വമില്ല. അവിടെ ഉണ്ടായിരുന്ന മാഖീൽ ഇബ്നു അൽ അഷ്ജായി എന്ന സഹാബി പറഞ്ഞു, കുറച്ചു കാലം മുമ്പ് ഇതേപോലെ മറ്റൊരു വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ അതേ ന്യായവിധിയാണ് താങ്കളും പറഞ്ഞിരിക്കുന്നത്. പ്രവാചകന്റെ വിധിയോട് യോജിക്കുന്നതാണ് താങ്കളുടെ വിധിയും. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ വളരെ സന്തോഷത്തോടെ അള്ളാഹുവിനെ സ്തുതിച്ചു. അബ്ദുല്ലാഹ് ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു 3 പ്രാവശ്യം ഹിജ്റ പോയിട്ടുണ്ട്. 2 തവണ എത്യോപ്യയിലേക്കും ഒരിക്കൽ മദീനയിലേക്കും. അദ്ദേഹം ഓരോ ഗസയിലും പങ്കുചേർന്ന് ബദറിൽ അബൂജാഹിലുമായി ഏറ്റുമുട്ടി.
അബൂജാഹിലിന്റെ വാളിനെ ഒരു സമ്മാനമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് നൽകി. ഒരിക്കൽ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുയെ കൂഫയിലേക്ക് അയച്ചു. അവിടുത്തെ ജനങ്ങളെ പഠിപ്പിക്കുവാനും ബൈത്തുൽ മാലിന്റെ ചുമതല ഏറ്റെടുക്കുവാനുമായിരുന്നു അത്. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന് ശമ്പളം നൽകുന്ന സമയമായി. എന്നാൽ അത് നിരസിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്നെ ഈ ലോകത്തിലേക്ക് ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? മറ്റൊരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് ഖുർആനിലെ സൂക്തങ്ങൾ പാരായണം ചെയ്യാൻ പറഞ്ഞു. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ബഹുമാനത്തോടെ ചോദിച്ചു, അങ്ങേക്ക് ഇറക്കപ്പെട്ട ഖുർആൻ ഞാൻ എങ്ങനെ അങ്ങയുടെ മുൻപിൽ ഉരുവിടും? മറ്റുള്ളവർ പാരായണം ചെയ്ത് കേൾക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു. അപ്പോൾ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു സൂറത്തുൽ അൻ-നിസായുടെ ഒരു ഭാഗം വായിച്ചു തുടങ്ങി. എന്നാൽ ഓരോ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം കൊണ്ടുവരികയും ഇക്കൂട്ടർക്കെതിരെ നിന്നെ നാം സാക്ഷിയായി കൊണ്ടുവരികയും ചെയ്യുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? റസൂലിനെ അവിശ്വസിക്കുകയും ധിക്കരിക്കുകയും ചെയ്തവർ ആ ദിവസം കൊതിച്ചു പോകും. അവരെ മൂടിക്കൊണ്ട് ഭൂമി നിരപ്പാക്കപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന്. ഒരു ചെറിയ കാര്യം പോലും അവർക്ക് അള്ളാഹുവിൽ നിന്ന് ഒളിച്ചു വെക്കാനാവില്ല. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അദ്ദേഹം പറഞ്ഞു, മതി മതി ഇബ്നു മസൂദ്. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗഹൃദം നഷ്ടപ്പെടുത്തിയിരുന്നില്ല. അദ്ദേഹം യാത്രയിലായിരിക്കുമ്പോഴും വീട്ടിലുണ്ടായിരിക്കുമ്പോൾ പോലും അദ്ദേഹം എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തിരുന്നു. ബദർ യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫകൾ അദ്ദേഹത്തിന്റെ സംഭാവനകളെ കുറിച്ച് അറിഞ്ഞിരുന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കൂഫയിലെ ബൈത്തുൽ മാലിന്റെ ഡയറക്ടറായി നിയമിച്ചു. ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലം വരെ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്നു. അസുഖം ബാധിച്ച് മരണശയ്യയിൽ കിടക്കുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കാണാൻ ചെന്നിരുന്നു. മരണശയ്യയിൽ കിടക്കുന്ന അദ്ദേഹത്തെ കണ്ടപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വിഷമം തോന്നി. അദ്ദേഹം ചോദിച്ചു, താങ്കളുടെ രോഗം എന്താണ്? അദ്ദേഹം പറഞ്ഞു, എന്റെ പാപങ്ങൾ. അദ്ദേഹം വീണ്ടും ചോദിച്ചു, നിങ്ങൾക്ക് അവസാനമായി എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? അദ്ദേഹം പറഞ്ഞു, എന്റെ റബ്ബിന്റെ കാരുണ്യം. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കുറച്ചു പണം അദ്ദേഹത്തിന് നൽകി. പക്ഷേ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അത് സ്വീകരിച്ചില്ല. ജീവിതത്തിലെ ദാരിദ്ര്യത്തെ കുറിച്ച് അദ്ദേഹം വിഷമിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. സമ്പത്ത്, അധികാരം, സാമൂഹിക പദവി തുടങ്ങിയവ ഉള്ളവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അദ്ദേഹം വളരെ താഴ്മയുള്ളവനായിരുന്നു. സാമ്പത്തികമായി ദരിദ്രനും ശാരീരികമായി ദുർബലനും സാമൂഹ്യമായി ആരുമായിരുന്നില്ല അദ്ദേഹം. എന്നിരുന്നാലും ഖുസ്രു, സീസർ എന്നിവയുടെ ധനത്തിന്റെ വലിയൊരു പങ്ക് ഇസ്ലാം അദ്ദേഹത്തിന്റെ ദാരിദ്ര്യത്തിന് പ്രതിഫലമായി കൊടുത്തു. ശക്തമായ ഇച്ഛാശക്തിയിലൂടെ ഇസ്ലാം അദ്ദേഹത്തിന്റെ ശാരീരിക ബലഹീനതയ്ക്ക് പരിഹാരം നൽകി. അത് അടിച്ചമർത്തലുകളെ കീഴടക്കുകയും ചരിത്ര സംഭവങ്ങളെ മുഴുവൻ മാറ്റിത്തിരുത്തുകയും ചെയ്തു. ഇസ്ലാം അദ്ദേഹത്തിന്റെ എളിയ ജീവിതത്തിന് അറിവിലൂടെ പാരിതോഷികം നൽകി. ചരിത്ര പ്രാധാന്യമുള്ള വ്യക്തികളുടെ ഇടയിൽ അദ്ദേഹത്തിന് പ്രമുഖ സ്ഥാനം നൽകി ആദരിച്ചു. അദ്ദേഹം മഹനീയമായ വ്യക്തിയും ശക്തമായ വിശ്വാസിയുമായിരുന്നു. അള്ളാഹുവിന്റെ പാതയിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു. അദ്ദേഹം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാൽ അറിവ് നേടി ഖുർആനിനാൽ പ്രകാശിക്കപ്പെട്ടു. അബ്ദുല്ലാഹ് ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നിന്ന് നിരവധി കഥകളുണ്ട്.